നമസ്കാരം. ഞാൻ നിഷ ഫ്രം നിസാസ് കിച്ചൺ. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ നിന്ന് 50,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്, എല്ലാവരോടും താങ്ക്സ് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീട് എവിടെയാണ്, ജോലി എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊന്നും ഞാനിതുവരെ ആൻസർ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിഷ. പലരും വിചാരിക്കാറുണ്ട് നിസാസ് കിച്ചൺ എന്ന് പറയുമ്പോൾ എൻ്റെ പേര് നിസ എന്നാണ്. അങ്ങനെയല്ല, എൻ്റെ പേര് നിഷ എന്നാണ്. നമ്മുടെ ചാനലിന് നിസാസ് കിച്ചൺ എന്ന് പേര് വെക്കാനുണ്ടായ കാര്യം ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സൗദിയിലാണ്. സൗദിയിൽ ജിസാൻ എന്ന സ്ഥലത്ത് അല്ലമിസ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിൽ ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഫാമിലി അവർ നാട്ടിലാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, നോയൽ, ആസിഫ്. 2 പേരും കോട്ടയത്ത് എൻ്റെ മമ്മിയുടെ അടുത്താണ്. ഹസ്ബൻഡ് ആലുവയിൽ. അപ്പം ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. സാധാരണ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഏതൊരു പ്രവാസിയെയും പോലെ വീടും നാടും ഒക്കെ വിട്ടിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഴിയുന്നൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. അപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട്, കിച്ചണൊക്കെ കുറച്ചും കൂടെ വൈഡായിട്ട് ലാൻഡ്സ്കേപ്പൊക്കെ കാണിച്ചുകൂടെ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, അതിന് പറ്റിയൊരു സാഹചര്യം അല്ല എനിക്കുള്ളത്. ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരുപാട് പരിമിതമായ സാഹചര്യങ്ങളിലാണ് നമ്മുടെ കുക്കറി ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസാസ് കിച്ചൺ എന്ന് പറയുന്ന പേര് മാത്രമേ നമ്മുടെ സ്വന്തമായിട്ടുള്ളൂ. കിച്ചൺ വാസ്തവത്തിൽ നമ്മുടെ സ്വന്തമല്ല, പലരും യൂസ് ചെയ്യുന്നൊരു കോമൺ കിച്ചണാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി അതൊന്നും കാര്യമാക്കാതെ നമ്മുടെ റെസിപ്പീസ് നോക്കി അത് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല വ്യൂവേഴ്സ് എനിക്കുണ്ട്. അതാണ് എൻ്റെ ഭാഗ്യം. അപ്പോൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ്, ലൈക്ക് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ സമയത്ത് നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയെ പറ്റി ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടുത്താം. എൻ്റെ ഹസ്ബൻഡ് ബിനു, പുള്ളിക്കാരൻ്റെ വീട് ആലുവയിലാണ്. അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്. അവർ കോട്ടയത്ത് എൻ്റെ വീട്ടിലാണ്. ഞാൻ ജനിച്ചു വളർന്ന വീട് കോട്ടയത്താണ്. കോട്ടയത്ത് നാട്ടകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് കോട്ടയമാണ്. കാരണം കോട്ടയംകാരി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും അടുത്ത വർഷം ഞങ്ങൾ പോയി സെറ്റിലാവാൻ പോകുന്നത് ആലുവയിലാണ്. ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം നാട് വിട്ട് ആലുവയിൽ പോയി സെറ്റിലാവുന്നത് നമ്മളെ സംബന്ധിച്ച് വിഷമമുള്ള കാര്യമാണ്. എന്നാൽ പോലും ആലുവയിൽ നല്ലൊരു സ്ഥലം തന്നെ. അപ്പോൾ അടുത്ത വർഷം ദൈവം അനുഗ്രഹിച്ചാൽ ഞാനിവിടുന്ന് ജോലി മതിയാക്കി നാട്ടിൽ പോവും. അപ്പോൾ നമ്മുടെ ആലുവയിലുള്ള വീട്ടിൽ പോയി സെറ്റിലാവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ സൗകര്യമുള്ള കിച്ചണൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് കുറച്ചും കൂടെ സൗകര്യങ്ങളിൽ വീഡിയോ ചെയ്യാം. കൂടുതൽ നല്ല റെസിപ്പിയായിട്ട് ഞാൻ മുന്നോട്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ തരുന്ന ഇതിനേക്കാൾ കൂടുതൽ സപ്പോർട്ടും എല്ലാം തന്ന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. വാസ്തവത്തിൽ അതൊരു ഹെൽപ്പ് തന്നെയാണ്. കാരണം മുന്നോട്ട് ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡൊക്കെ വിട്ടിട്ട് അടുത്ത വർഷം ഒരു ഫുൾ ടൈം യൂട്യൂബറായിട്ട്, അതുപോലെ തന്നെ ഒരു ഫുൾ ടൈം വീട്ടമ്മയായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു വരുമാന മാർഗം കൂടിയാണിപ്പം. അപ്പോൾ മുന്നോട്ടും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂവേഴ്സിൻ്റെയും ഹൃദയം നിറഞ്ഞ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ കിച്ചണ് നിസാസ് കിച്ചൺ എന്ന് പേര് വെക്കാനുണ്ടായ കാര്യം ഈ സമയത്ത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിസാസ് കിച്ചണിൻ്റെ പിന്നിൽ ഉള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവൾ കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവളുടെ പേര് സലു എന്നാണ്. സലു, നിഷ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് നിസാസ് കിച്ചൺ എന്ന് പേര് വെച്ചത്. അപ്പോൾ അവൾ ഈ സമയത്ത് എൻ്റെ കൂട്ടത്തിലില്ല, അവൾ നാട്ടിൽ പോയി. അവൾ നേഴ്സാണ്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എൻ്റെ തൊട്ടടുത്ത് തന്നെ വീഡിയോയിൽ അവളും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അവൾ ജോലി മതിയാക്കി നാട്ടിൽ പോയി. ഇനിയിപ്പോൾ ഓസ്ട്രേലിയയൊക്കെ പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സലുവിനെ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല.
നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനായിട്ട് യാതൊരു ഐഡിയ നമുക്കില്ലായിരുന്നു. കാരണം യൂട്യൂബിൻ്റെ സാധ്യതകളെ പറ്റിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പോലും അറിയത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണിത്. അപ്പോൾ സലുവാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യുമല്ലോ, നമുക്കൊരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല, അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ചുമ്മാ ഇടുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവൾ എൻകറേജ് ചെയ്തതിൻ്റെ പുറത്ത് ആണ് നമ്മൾ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഭയങ്കര മോശം അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹോസ്റ്റലൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന സാധാരണ പാത്രത്തിലൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, വീഡിയോ എടുത്തത്. അതിനിപ്പോഴും ഞാൻ ഇഷ്ടം പോലെ ചീത്തവിളി കേട്ടോണ്ടിരിക്കുകയാണ്. കുറേ പേരൊക്കെ പറയാറുണ്ട് ചേച്ചി കുറച്ച് വൃത്തിയുള്ള പാത്രം ഉപയോഗിച്ചുകൂടെയെന്ന്. കാരണം ആ സമയത്ത് ഇപ്പോഴും അതിനിങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആൻസർ ചെയ്ത് മടുത്ത്. അതൊരു ബീഫ് ഉലർത്തിൻ്റെ ഒരു റെസിപ്പിയാണ് ഫസ്റ്റ് വീഡിയോ. അപ്പം കുറേ ആൾക്കാർക്കൊക്കെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് നല്ല വ്യൂവർ അതിനുണ്ട്, ഫസ്റ്റ് വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷേ കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് പറയുന്നതിൻ്റെ കാരണം അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ അതുകൊണ്ടാണ്. കാരണം നമ്മൾ ഒരു പ്ലാൻ ഒന്നുമില്ലാതെ നമ്മൾ വെറുതെ ചെയ്തൊരു വീഡിയോ ആണത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തു, അത് മൊബൈലിൽ അവളാണ് ഫുള്ള് ഷൂട്ട് ചെയ്ത് തന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. കാരണം നമ്മളുടെ ഫീൽഡേ അല്ല, നമ്മൾ മെഡിക്കൽ ഫീൽഡുകാരാണ്, ഇത് അറിഞ്ഞൂടാ ഒന്നും. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഉണ്ണിയെന്ന് പറഞ്ഞ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവനാണിത് ഫുള്ള് എഡിറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചയച്ചു തന്നു. അങ്ങനെ ഫസ്റ്റ് വീഡിയോ ഇട്ടു. അപ്പോൾ എല്ലാവരും നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പം വീണ്ടും അവൾ പറഞ്ഞു നമുക്ക് പിന്നെയും വീഡിയോ ഇടാമെന്നും പറഞ്ഞ് അടുത്ത വീഡിയോ എടുക്കുന്നു. അപ്പോൾ അതും ഞങ്ങൾ ഉണ്ണിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അത് എഡിറ്റൊക്കെ ചെയ്ത് തിരിച്ച് തന്നിട്ട് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി, ഇതോടെ പരിപാടി നിർത്തിക്കോണം, കാരണം നിങ്ങൾ ഗൾഫുകാരെ പോലെയല്ല, നാട്ടിൽ ഞങ്ങൾക്ക് MB എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന സാധനമാണ്, നിങ്ങളെപ്പോലെ ഫ്രീ വൈഫൈ ഒന്നും അവിടെ കിട്ടത്തില്ല. അപ്പം എൻ്റെ MB കുറേ തീർന്നതുകൊണ്ട് ഇനി ഇത് സ്ഥിരം കലാപരിപാടി ആക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയോടുകൂടി തേർഡ് വീഡിയോയ്ക്ക് അവനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പരിപാടി നമ്മൾ ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ തന്നെത്താനെ മൊബൈലിൽ ആപ്ലിക്കേഷനൊക്കെ സെർച്ച് ചെയ്ത് വീഡിയോ എഡിറ്റിങ്ങൊക്കെ കണ്ടുപിടിച്ച് തന്നെത്താനെ റിസർച്ചൊക്കെ ചെയ്ത് മൂന്നാമത്തെ വീഡിയോ മുതൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഏകദേശം ഒരു 10-30 വീഡിയോയോളം സലുവാണ് എൻ്റെ ഫുൾ ടൈം ക്യാമറ വുമണായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ക്യാമറ പിടുത്തം മാത്രമല്ല, അവൾ എല്ലാം അരിഞ്ഞു തരാനും എല്ലാത്തിനും എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അവൾ പോയതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് ട്രൈപോഡ് വാങ്ങിച്ചിട്ട് അതിൽ, കാരണം നമുക്ക് വീഡിയോ പിടിച്ചു തരാനായിട്ട് എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് ശേഷം ഒരു ട്രൈപോഡ് വാങ്ങിച്ചിട്ട് അന്നോട്ട് ഇന്ന് വരെ സ്വന്തമായിട്ടാണ് നമ്മൾ ക്യാമറ എഡിറ്റിംഗ്, സംഭാഷണം, സംവിധാനം എല്ലാം നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിനെ പറ്റി നമുക്ക് ഒരു ധാരണ അന്നില്ലായിരുന്നു. കാരണം യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആരെയും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ടിങ് അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ അറിയത്തില്ലാത്ത സാഹചര്യത്തിൽ കുറച്ച് തന്നെത്താനെ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ ഒന്ന് ആക്കിയെടുത്തത്. അപ്പം അങ്ങനത്തെ ഒരുപാട് കുറവുകൾ നമ്മുടെ വീഡിയോയ്ക്കുണ്ട്, എനിക്കറിയാം ഉണ്ടെന്ന്. അപ്പം അതെല്ലാം എല്ലാവരും ഒന്ന് കണ്ണടച്ച് വിട്ടേക്കണം. പിന്നെ ഈ സമയത്ത് സലുമോളോട് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം അവളുടെ പ്രചോദനം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാതയിൽ എത്തിച്ചേർന്നത്. കാരണം നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു ഫീൽഡ്. നമുക്ക് കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് വരാനുള്ളൊരു പ്രചോദനം തീർച്ചയായിട്ടും അവളാണ്. സലു മാത്രമല്ല, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന കുറേ നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട്. നർലി, ലെഞ്ചു, സിന്ധു, അങ്ങനെ പേരെടുത്ത് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. നമ്മുടെ ഫാമിലിയൊക്കെ നാട്ടിലാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഇവിടെ ഫാമിലി പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു സപ്പോർട്ട്, അതോ സഹായം ഇതെല്ലാം ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്കിതിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പം എന്നെ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും, എമിയ, നീതു, സൗമ്യ, അങ്ങനെ കുറേ നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പം റൂംമേറ്റ്സ് തന്നെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. വിൻസി, മഞ്ജു, 2 റൂംമേറ്റ്സാണ് എനിക്കുള്ളത്. ഞങ്ങൾ 3 പേരാണ് റൂമിൽ. അപ്പം അവർ എല്ലാം ഒരുപാട് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കഴിച്ചും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ സൗദിയിലായിരിക്കുന്നതുകൊണ്ട് നാട്ടിലുള്ള കുറേ സാധനങ്ങൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ നാട്ടിൽ നിന്ന് വരുത്തിയും പിന്നെ ഇവിടെ നിന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ സാഹചര്യങ്ങളൊക്കെ നമുക്ക് കുറവാണ്, അറിയാമല്ലോ.
അപ്പോൾ ആ ഒരു കുറവ് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് ഉണ്ടാവും. അപ്പോൾ കാണുന്ന നിങ്ങൾ എല്ലാ വ്യൂവേഴ്സും അത് മനസ്സിലാക്കി മുന്നോട്ടും നിങ്ങളുടെ സഹായവും സഹകരണവും ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. യൂട്യൂബിലുള്ള എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറേ നല്ല ആൾക്കാർ യൂട്യൂബിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ട് കൂടി ഇല്ലാത്ത സ്ഥിരമായിട്ട് വീഡിയോ കാണുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ജസ്മി, പ്രീത, ബീബ, അങ്ങനെ കുറേ നല്ല ഇപ്പോൾ ഫ്രണ്ട്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എന്നെ പേഴ്സണലായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ പോലും അവർ ഇങ്ങനെ പതിവായിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ കാണുന്നത് കൊണ്ടാണല്ലോ കമൻറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവർ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നല്ലവരായ വ്യൂവേഴ്സിനും നന്ദി പറയുകയാണ്. അപ്പം നിങ്ങൾ മുന്നോട്ടും നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. കുറവുകളൊക്കെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വർഷം എൻ്റെ വീട് പണി ആലുവയിൽ നടക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം നമ്മൾ നല്ല സൗകര്യങ്ങളിൽ നല്ല സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നല്ല വീഡിയോസുമായിട്ട് വരും. അപ്പം ആ സമയത്തും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇപ്പോൾ ഈ സമയത്ത് ഇതിൽ കൂടുതൽ നമുക്ക് ഒരു സൗകര്യത്തിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. റെസിപ്പികൾ നമുക്ക് കുറച്ചും കൂടെ നല്ല നല്ല റെസിപ്പികളായിട്ട് തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നാട്ടിൽ വന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഇതുവരെ നല്ല ഫുഡൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെന്ന് വേണം പറയാൻ. എൻ്റെ മോൻ എപ്പോഴും പറയാറുണ്ട്, മമ്മ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് യൂട്യൂബിലിടും, ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ എന്ന്. അപ്പം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെ നാട്ടിൽ നമ്മൾ വെക്കേഷൻസിന് മാത്രമേ നാട്ടിൽ പോകാറുള്ളല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും നല്ലതുണ്ടാക്കി കൊടുക്കാനോ അവരുടെ കൂട്ടത്തിൽ നിൽക്കാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല. എൻ്റെ മാത്രമല്ല, എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും മാത്രമല്ല, മെഡിക്കൽ ഫീൽഡിൽ തന്നെയുള്ള ഒരുപാട് നഴ്സുമാർ, മെഡിക്കൽ ഫീൽഡെന്ന് തന്നെയല്ല എല്ലാ പ്രവാസികളുടെയും ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം പ്രവാസികളായിട്ടുള്ള ആൾക്കാരും എൻ്റെ ഒത്തിരി ചേട്ടന്മാർ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഒറ്റയ്ക്ക് ഫാമിലിയൊക്കെ വിട്ടിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒത്തിരി ആൾക്കാർ, അവരാണ് കൂടുതലും സത്യം പറഞ്ഞാൽ വ്യൂവേഴ്സ്. അപ്പോൾ അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർന്നും നമ്മുടെ ചാനലിലൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കുക്കറി ഷോയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൂടുതൽ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി 1000 നന്ദി അറിയിക്കുന്നു. നമസ്കാരം.